28/1/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 28/11/97 മധുബൻ. പരിധിയില്ലാത്ത സേവനത്തിൻ്റെ ഉപാധിയാണ് ആത്മീയ പേഴ്സണാലിറ്റിയിലൂടെ ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കുക. ഇന്ന് ബാബ്ദാദ തൻ്റെ അനേകം കൽപ്പങ്ങളായി കൂടിക്കാഴ്ച ആഘോഷിക്കുന്ന ഓമനകളായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികളുമായി വീണ്ടും കൂടിക്കാഴ്ച ആഘോഷിക്കാൻ വന്നിരിക്കുന്നു. അവ്യക്ത കൂടിക്കാഴ്ച സദാ ആഘോഷിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവ്യക്തവുമായി വ്യക്തരൂപത്തിൽ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നതിനായി എല്ലാ കുട്ടികളും ഭാരതത്തിൽ നിന്നും വിദേശത്ത് നിന്നും വീണ്ടും തങ്ങളുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ബാബ്ദാദ കാണുന്നുണ്ട്, 4 ഭാഗത്തുമുള്ള കുട്ടികൾ അവരവരുടെ സ്ഥാനങ്ങളിലും കൂടിക്കാഴ്ച ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൂടിക്കാഴ്ച ആത്മീയ അലൗകിക കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയിൽ ബാബ്ദാദയുടെയും കുട്ടികളുടെയും സ്നേഹത്തിൻ്റെ സാകാര സ്വരൂപമുണ്ട്. ഇന്ന് ബാബ്ദാദ തൻ്റെ കുട്ടികളുടെ ആത്മീയ പേഴ്സണാലിറ്റി നോക്കുകയാണ്. ഓരോ കുട്ടിയുടെയും ആത്മീയ പേഴ്സണാലിറ്റി എത്ര ശ്രേഷ്ഠമാണ്! ഇങ്ങനെയുള്ള ആത്മീയ പേഴ്സണാലിറ്റി മുഴുവൻ കൽപ്പത്തിലും മറ്റാർക്കുമില്ല. കാരണം നിങ്ങൾ ഏവരുടെയും പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്നവൻ ഉയർന്നതിലും ഉയർന്ന ബാബയാണ്. നിങ്ങൾ ഏവരും തൻ്റെ ആത്മീയ പേഴ്സണാലിറ്റിയെ അറിയുന്നുണ്ടല്ലോ. ഏറ്റവും വലുതിലും വലിയ പേഴ്സണാലിറ്റിയാണ് സ്വപ്നത്തിലും സങ്കല്പത്തിൽ പോലും സമ്പൂർണ്ണ പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി. നമ്പർ വൈസ് ആണ് എങ്കിലും വിശ്വത്തിലെ സർവ ആത്മാക്കളേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പോൾ ബാബ്ദാദ ഓരോരുത്തരുടെയും മസ്തകത്തിലൂടെ പേഴ്സണാലിറ്റിയുടെ തിളക്കം നോക്കുകയാണ്. പ്യൂരിറ്റിയോടൊപ്പം എല്ലാവരുടെയും മുഖത്തിലൂടെയും പെരുമാറ്റത്തിലും ആത്മീയതയുടെയും പേഴ്സണാലിറ്റി ഉണ്ട്. മറ്റേത് പേഴ്സണാലിറ്റിയാണുള്ളത്? ആരാണോ ഖജനാവുകളാൽ സമ്പന്നമായിരിക്കുന്നത് അതിൻ്റെയും പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ എത്ര തന്നെ വലിയ വലിയ സമ്പന്ന ആത്മാക്കൾ ആയിരുന്നാലും താങ്കളുടെ മുന്നിൽ ആ സമ്പന്ന ആത്മാക്കൾ പോലും ഒന്നും തന്നെയല്ല. കാരണം അവരും അവിനാശി സുഖശാന്തിയുടെ ഖജനാവുകളുടെ കാര്യത്തിൽ ശൂന്യമാണ്. താങ്കളുടെ അടുക്കൽ ഏതൊരു സമ്പത്താണോ ഉള്ളത് അതിനു മുന്നിൽ 100 കോടിപതിയും കോടിപതിയും ബാബയോട് സുഖശാന്തി യാചിക്കുന്നവരാണ്. താങ്കൾ സദാ അവിനാശി ഖജനാവുകളാൽ നിറഞ്ഞവരാണ്. ആ ഖജനാവ് ഇന്നുണ്ട്, നാളെയില്ല. എന്നാൽ താങ്കളുടെ ഖജനാവിനെ ആർക്കും കൊള്ളയടിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ആത്മാവിന് ഖജനാവിനെ കുലുക്കാനും സാധിക്കില്ല. അളവറ്റതാണ്, അഖണ്ഡമാണ്. ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉള്ളവരാണ് കുട്ടികളായ താങ്കൾ. ഏറ്റവും ഉയർന്നതിലും ഉയർന്ന പേഴ്സണാലിറ്റി ഉള്ളവർ ആത്മാക്കളിലൂടെയോ വിനാശി ധനത്തിലൂടെയോ വിനാശി ഓക്കുപേഷനിലൂടെയോ ആണ് പേഴ്സണാലിറ്റീസ് ആകുന്നത് അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നത്. എന്നാൽ താങ്കളെ ഉയർന്നതിലും ഉയർന്ന പരമാത്മാവാണ് ശ്രേഷ്ഠ പേഴ്സണാലിറ്റി ഉള്ളവർ ആക്കിയത്. അപ്പോൾ തൻ്റെ ഉയർന്ന പേഴ്സണാലിറ്റിയുടെ ആത്മീയ ലഹരി നിലനിൽക്കുന്നുണ്ടോ? നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൈവീശൂ. ബാബ്ദാദയ്ക്ക് ഇത്രയും ശ്രേഷ്ഠ പേഴ്സണാലിറ്റി ഉള്ള കുട്ടികളെ കണ്ട് എത്ര സന്തോഷമുണ്ടാകുന്നു. താങ്കൾക്കും ഉണ്ടാകുന്നുണ്ടോ? ബാബ്ദാദ കുട്ടികളുടെ ഇങ്ങനെയുള്ള ശ്രേഷ്ഠതയെ കണ്ട് എന്ത് ഗീതമാണ് പാടുന്നത് അറിയാമോ? താങ്കളും പാടുന്നു, ബാബയും പാടുന്നു. ബാബയുടെ ഗീതം കേൾക്കപ്പെടുന്നുണ്ടോ? അതോ ടേപ്പിലെ ഗീതമാണോ കേൾക്കപ്പെടുന്നത്? ബാബ്ദാദയുടെ ടേപ്പ് വേറിട്ടതായിരിക്കുമല്ലോ. ഓട്ടോമാറ്റിക്കാണ്. പ്രവർത്തിപ്പിക്കേണ്ടതിൻ്റെ പ്രയത്നം ചെയ്യേണ്ടി വരുന്നില്ല. ഹൃദയത്തിലെ ഗീതം ഹൃദയമുള്ളവർക്കേ കേൾക്കാൻ സാധിക്കൂ. കേവലം കാതുള്ളവർക്കല്ല, ഹൃദയമുള്ളവർക്ക്.
അപ്പോൾ എല്ലാവരും ഹൃദയമുള്ളവരാണല്ലോ. ദിൽവാഡ ക്ഷേത്രത്തിൽ താങ്കളുടെ ചിത്രം ഉണ്ടല്ലോ. എല്ലാവരും തൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടോ? ബാബ്ദാദയാണെങ്കിൽ സദാ കുട്ടികളുടെ ചിത്രവും ചരിത്രവും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് പേഴ്സണാലിറ്റി നോക്കുകയായിരുന്നു. സദാ ഈ പേഴ്സണാലിറ്റി സ്മൃതിയിൽ എമർജായിരിക്കട്ടെ. തീർച്ചയായും ഉണ്ട് എന്നത് പോരാ, കാണപ്പെടണം, ഉള്ളത് അനുഭവത്തിൽ വരണം. സദാ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റിയിൽ ഇരിക്കുന്നവരുടെ അടയാളം എന്തായിരിക്കും? ഏത് ലക്ഷണത്തിലൂടെ മനസ്സിലാക്കും ഇവർ തൻ്റെ പേഴ്സണാലിറ്റിയിലാണ് എന്ന്? അഥവാ ഈ ആത്മീയ പേഴ്സണാലിറ്റി എമർജ് രൂപത്തിലുണ്ടെങ്കിൽ അവരുടെ നയനം, അവരുടെ മുഖം, പെരുമാറ്റം, സങ്കല്പം, സംബന്ധം എല്ലാം പ്രസന്നത ഉള്ളതായിരിക്കും. സദാ പ്രസന്ന ചിത്തമായിരിക്കും. ചോദ്യചിത്തരല്ല, പ്രസന്ന ചിത്തം. അഥവാ ചോദ്യചിത്തരാണ് എങ്കിൽ പെരുമാറ്റവും പേഴ്സണാലിറ്റി ഉള്ളതായിരിക്കില്ല. മുഖത്തും പ്രസന്നതയുടെ തിളക്കമുണ്ടായിരിക്കില്ല. എന്തു തന്നെ സംഭവിച്ചു കൊള്ളട്ടെ, പ്രസന്നത ഉള്ളവരുടെ പ്രസന്നത മറഞ്ഞിരിക്കുകയില്ല. മെർജാവുക സാധ്യമല്ല. പ്രസന്ന ചിത്തമായ ആത്മാവ് ആരെങ്കിലും എങ്ങനെയുള്ള വിഷമിക്കുന്ന ആത്മാവായാലും അശാന്തമാണെങ്കിലും അവരെ തൻ്റെ പ്രസന്നതയുടെ ദൃഷ്ടിയിലൂടെ പ്രസന്നമാക്കും. ബാബയുടെ മഹിമയുണ്ട് ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കുന്നവൻ എന്ന്. അത് കേവലം ബാബയുടേത് മാത്രമല്ല, താങ്കളുടെയും മഹിമയാണിത്. ഇപ്പോൾ സമയമനുസരിച്ച് എത്രത്തോളം സമയം സമീപം വന്നുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കുന്നതിൻ്റെ സേവനം ചെയ്യാനുള്ള സമയം വന്നു ചേരും. 7 ദിവസത്തെ കോഴ്സ് ഉണ്ടാകില്ല. ഒരു ദൃഷ്ടിയിലൂടെ പ്രസന്ന ചിത്തമായി മാറും. ഹൃദയത്തിലെ ആശ താങ്കളിലൂടെ പൂർത്തീകരിക്കപ്പെടും. അപ്പോൾ എല്ലാവരും എന്താണ് മനസ്സിലാക്കുന്നത്? ആദി സേവനത്തിലെ രത്നങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? ഇങ്ങനെയുള്ള സേവനം ചെയ്യുവാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ നോക്കൂ, താങ്കൾ 40 വർഷമോ അതിൽ കൂടുതലോ സേവനം ചെയ്തു. ചിലരുടേത് 1-2 വർഷം കുറവുമായിരിക്കും, ചിലരുടേത് കൂടുതലും ആയിരിക്കും. താങ്കൾ ഏവരും തൻ്റെ കൂട്ടുകാരെ ഈ സേവനം പഠിപ്പിച്ചു, നിമിത്തവുമാക്കി. ഇപ്പോൾ താങ്കൾ എന്തു ചെയ്യും? ആ സേവനം അവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ആദിരത്നങ്ങളാണ്. അപ്പോൾ വേറിട്ടതും പ്രിയപ്പെട്ടതുമായ സേവനം ചെയ്യുമല്ലോ. ഇപ്പോൾ പിന്നെ ദൃഷ്ടിയിലൂടെ എത്ര പേരെ സംതൃപ്തമാക്കി എന്നതിൻ്റെ ഉത്സവം ആഘോഷിക്കും. 9 ലക്ഷത്തിൽ എത്ര പേരെ തയ്യാറാക്കി? ഭാവിയിൽ 33 കോടിയുമുണ്ട്. 9 ലക്ഷം അതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. ബീജം ഇവിടെ തന്നെയാണല്ലോ ഇടേണ്ടത്. അപ്പോൾ നോക്കും, ആദി സേവനത്തിലെ രത്നങ്ങൾ ഇപ്പോൾ എന്ത് അതിശയം കാണിക്കുന്നു എന്ന്. ഈ ഒരു അതിശയം കാണിച്ചു. സേവാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, നല്ല നല്ല പ്രോഗ്രാമുകൾ നടത്തി. അതിനുള്ള കോടി മടങ്ങ് ആശംസകൾ. 2 പ്രകാരത്തിലുള്ള കുട്ടികളുണ്ട്. ആദ്യത്തെ ആൾക്കാർ സ്ഥാപനയ്ക്ക് നിമിത്തമായ കുട്ടികളാണ്. താങ്കൾ വിശേഷ സേവനത്തിൻ്റെ ആദിയിലെ കുട്ടികളാണ്. ഈ ദാദിമാർ ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നവരാണ്. താങ്കൾ ഏവരും അഥവാ സേവനത്തിൻ്റെ ആദിരത്നങ്ങൾ ഏറ്റവും ആദ്യത്തെ തായ്തടിയാണ്. അപ്പോൾ തായ്തടിയും ശക്തമാണല്ലോ. തായ്തടിയുടെ മേൽ തന്നെയാണ് എല്ലാ ആധാരവും ഉള്ളത്. തായ്തടിയിൽ നിന്നു തന്നെയാണ് എല്ലാ ശാഖകളും വരുന്നത്. ഫൗണ്ടേഷനായവർ സൂക്ഷ്മത്തിൽ ശക്തി നൽകുന്നു. എന്നാൽ എന്താണോ പ്രാക്ടിക്കലിൽ ഉണ്ടാകുന്നത്, കാണപ്പെടുന്നത്, അത് തായ്തടിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ദാദിമാർ ഇപ്പോൾ ഗുപ്തമായി കഴിഞ്ഞു, സകാശ് നൽകുന്നവരാണ്. പ്രാക്ടിക്കലിൽ സ്റ്റേജിൽ വരുന്നതിന് താങ്കൾ നിമിത്തമായി. ആദരണ ചടങ്ങിൽ വന്നിരിക്കുന്ന എല്ലാ മുതിർന്ന സഹോദരിമാരെ കൊണ്ടും ബാബ്ദാദ കൈ ഉയർത്തിച്ചു. അതിനാൽ ബാബ്ദാദ
ജോലി നൽകുകയാണ്. ചടങ്ങ് വളരെ നന്നായി ആഘോഷിച്ചുവല്ലോ. ബാബ്ദാദ എല്ലാം കണ്ടു, അലങ്കരിക്കപ്പെട്ട മൂർത്തികളെ കണ്ടു. ആ സമയത്ത് താങ്കൾക്കും ഈ ഒരു ആത്മീയ അനുഭവം ഉണ്ടാവുകയായിരുന്നു. നമ്മൾ ചൈതന്യ മൂർത്തികളാണ്. അങ്ങനെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. അലങ്കരിക്കപ്പെട്ട മൂർത്തികൾ ക്ഷേത്രങ്ങളിൽ നിന്നും ശാന്തിവനത്തിൽ എത്തിച്ചേർന്നതുപോലെ. ബാബ്ദാദ ഇപ്പോൾ കുട്ടികളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഫാസ്റ്റ് സേവനം ആരംഭിക്കൂ. എന്ത് നടന്നുവോ അത് വളരെ നല്ലത്. ഇപ്പോൾ സമയമനുസരിച്ച് മറ്റുള്ളവർക്ക് കൂടുതൽ വാണിയുടെ ചാൻസ് നൽകൂ. ഇപ്പോൾ മറ്റുള്ളവരെ മൈക്കാക്കൂ. താങ്കൾ മൈറ്റ് ആയി സകാശ് നൽകൂ. അപ്പോൾ താങ്കളുടെ സകാശും അവരുടെ വാണിയും ഇത് ഡബിൾ കാര്യം ചെയ്യും. അപ്പോൾ തന്നെയാണ് 9 ലക്ഷം സഹജമായി തയ്യാറാകുന്നത്. ഇപ്പോൾ താങ്കൾ ഏവരും ഫംഗ്ഷനിൽ ഇരിക്കുകയാണ് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റ് മഹാരഥികളും ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ മഹാരഥികളുടെ സേവനം ഇപ്പോൾ ഇതാണ്: സർവർക്കും സകാശ് നൽകുക. പരിധിയില്ലാത്ത സേവനത്തിൻ്റെ മൈതാനത്തിൽ വരണം. ബാബയ്ക്ക് അവ്യക്ത വദനത്തിൽ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് 4 ഭാഗത്തുമുള്ള വിശ്വത്തിലെ കുട്ടികളുടെ പാലനം ചെയ്യാൻ സാധിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എങ്കിൽ താങ്കൾക്ക് ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ബാബയ്ക്ക് സമാനം പരിധിയില്ലാത്ത സേവനം ചെയ്യാൻ സാധിക്കില്ലേ? ആദിരത്നങ്ങൾ എന്നാൽ ഫോളോ ഫാദർ. പരിധിയില്ലാത്ത സകാശ് നൽകൂ. പല കുട്ടികളും സ്വയം തന്നോടും ചോദിക്കുന്നു, പരസ്പരവും ചോദിക്കുന്നു, പരിധിയില്ലാത്ത വൈരാഗ്യം എങ്ങനെ വരും? കാണപ്പെടുന്നില്ല. എന്നാൽ പരിധിയില്ലാത്ത സേവനത്തിൽ സ്വയം തന്നെ ബിസിയാക്കി വയ്ക്കൂ. അപ്പോൾ പരിധിയില്ലാത്ത വൈരാഗ്യം സ്വയം തന്നെ വരും. കാരണം ഈ സകാശ് നൽകുന്നതിൻ്റെ സേവനം നിരന്തരം ചെയ്യുവാൻ സാധിക്കും. ഇതിൽ ആരോഗ്യത്തിൻ്റെ കാര്യമില്ല, സമയത്തിൻ്റെ കാര്യമില്ല. ഇത് സഹജമായി നടക്കുന്നു. ദിനരാത്രം ഈ പരിധിയില്ലാത്ത സേവനത്തിൽ മുഴുകാൻ സാധിക്കും. ഏതുപോലെ ബ്രഹ്മബാബയെ കണ്ടിട്ടുണ്ട്. രാത്രിയിലും എങ്ങനെയാണ് കണ്ണുകൾ തുറന്നിരുന്നതെന്നും പരിധിയില്ലാത്ത സകാശ് നൽകുന്നതിൻ്റെ സേവനം നടന്നുകൊണ്ടിരുന്നതെന്നും. അപ്പോൾ ഈ പരിധിയില്ലാത്ത സേവനം ഇത്രയും ബിസിയാക്കി മാറ്റും. അതിലൂടെ പരിധിയില്ലാത്ത വൈരാഗ്യം സ്വതവേ തന്നെ ഹൃദയത്തിൽ നിന്നും വരും, പ്രോഗ്രാമിലൂടെ അല്ല. ഇത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ എന്ന പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത സേവനത്തിൽ ബിസിയായിരിക്കണം. ഇതാണ് ഏറ്റവും സഹജമായ ഉപാധി. കാരണം എപ്പോഴാണോ പരിധിയില്ലാത്തതിന് സകാശ് നൽകുന്നത്, അപ്പോൾ സമീപത്തുള്ളവർ ഓട്ടോമാറ്റിക്കലി സകാശ് എടുത്തുകൊണ്ടിരിക്കും. ഈ പരിധിയില്ലാത്ത സകാശ് നൽകുന്നതിലൂടെ വായുമണ്ഡലം ഓട്ടോമാറ്റിക്കായി ഉണ്ടാകും. ഇപ്പോൾ ഇത് ചിന്തിക്കരുത്, ഇത്രയും സെൻറ്ററിൻ്റെ ഉത്തരവാദിത്വം ഉള്ളവരാണ്, അല്ലെങ്കിൽ സോണിൻ്റെ ഉത്തരവാദിത്വം ഉള്ളവരാണ്. താങ്കൾക്ക് ഏവർക്കും സ്റ്റേറ്റിൻ്റെ രാജാവ് ആകണമോ അതോ വിശ്വത്തിൻ്റെയോ? എന്താകണം? വിശ്വത്തിൻ്റേതാണല്ലോ. ആദിരത്നങ്ങളാണ്. അപ്പോൾ വിശ്വത്തിന് സകാശ് നൽകുന്നവർ ആകൂ. അഥവാ 20 സെൻറ്റർ, 30 സെൻറ്റർ, അല്ലെങ്കിൽ 200 250 സെൻറ്റർ, അല്ലെങ്കിൽ സോൺ എന്നത് ബുദ്ധിയിൽ നിലനിൽക്കുകയാണെങ്കിൽ ഇതും തായ്തടിയുടെ ജോലിയല്ല. ഇതാണെങ്കിൽ ശാഖോപശാഖകൾക്കും ചെയ്യാൻ സാധിക്കും. താങ്കൾ തായ്തടിയാണ്. തായ്തടിയിലൂടെയാണ് എല്ലാവർക്കും സകാശ് എത്തിച്ചേരുന്നത്. താങ്കളേവരും ഇത് ചിന്തിക്കുന്നുണ്ട്. പരിധിയില്ലാത്ത വൈരാഗ്യം വരണം. ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ വിനാശം ഉണ്ടായെങ്കിൽ, എന്നാൽ 9 ലക്ഷം പോലും തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ സത്യയുഗത്തിൻ്റെ ആദിയിൽ വരുന്ന സംഖ്യ തന്നെ തയ്യാറായില്ലെങ്കിൽ
വിനാശം സംഭവിച്ചാൽ ആരായിരിക്കും വരിക? 2000-ൻ്റെയോ 3000-ൻ്റെയോ മേൽ രാജ്യം ഭരിക്കുമോ? 4-5 ലക്ഷം പേരുടെ മേൽ രാജ്യം ഭരിക്കുമോ? അതിനാൽ ഇപ്പോൾ പരിധിയില്ലാത്ത സേവനത്തിൻ്റെ പാർട്ട് ആരംഭിക്കൂ. പാണ്ഡവർ എന്തു മനസ്സിലാക്കുന്നു? പരിധിയില്ലാത്ത സേവനം ചെയ്യുമല്ലോ. പാണ്ഡവർ തയ്യാറാണോ? ഇപ്പോൾ ഈ പരിധിയുള്ള കാര്യങ്ങൾ പരിധിയില്ലാത്തതിലേക്ക് പോകുന്നതിലൂടെ സ്വയമേ ഒഴിവാകും. ഒഴിവാക്കുന്നതിലൂടെ ഒഴിവാകില്ല. പരിധിയില്ലാത്ത സകാശിലൂടെ പരിവർത്തനമാകുന്നത് ഫാസ്റ്റ് സേവനത്തിൻ്റെ റിസൾട്ടാണ്. ബാബ്ദാദയ്ക്കറിയാം, ക്രിട്ടിക്കൽ അതായത് ആപൽക്കരമായ പരിതസ്ഥിതികളിൽ നിമിത്തമായ ആത്മാക്കൾ സേവനത്തിൻ്റെ പ്രത്യക്ഷ തെളിവ് നൽകി. എന്നാൽ താങ്കളേവരുടെയും ഫൗണ്ടേഷൻ അഥവാ സെക്കൻഡിലെ പരിവർത്തനത്തിൻ്റെ മുഖ്യ അനുഭവം ഇതാണ്: ബ്രഹ്മബാബയെ കണ്ടു, ബ്രാഹ്മണരായി മാറുകയും ചെയ്തു, സേവനത്തിൻ്റെ വരദാനം ലഭിച്ചു, സേവനത്തിൽ മുഴുകുകയും ചെയ്തു. ബാബ്ദാദ എല്ലാവരുടെ അനുഭവവും കേട്ടു, നല്ല അനുഭവങ്ങൾ കേൾപ്പിച്ചു. താങ്കൾക്കുള്ള അനുഭവം ഇതാണ്: ബ്രഹ്മബാബയെ കണ്ടു, ചിന്തിക്കേണ്ടി പോലും വന്നില്ല, സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സഹിക്കുന്നതിൻ്റെ അനുഭവം പോലും ഉണ്ടായില്ല. വലിയ കാര്യമാണ് എന്ന് തോന്നിയില്ല. അതേപോലെ ഇപ്പോൾ ഓരോരുത്തരും ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവിനെ കാണണം. ആത്മാവിൽ അഥവാ ബ്രാഹ്മണനിൽ ബ്രഹ്മബാബയെ കാണണം. ഇതാണ് സേവനത്തിൻ്റെ ഫാസ്റ്റ് ഉപാധി. ബ്രഹ്മബാബ താങ്കൾക്ക് കോഴ്സ് എടുത്തുവോ? കോഴ്സ് കേട്ടത് പിന്നീടാണ്, എന്നാൽ കണ്ടു ആയിത്തീർന്നു. ബ്രഹ്മബാബയിൽ ബാബ ലയിച്ചിട്ടുണ്ടായിരുന്നു, അതിനാൽ പ്രയത്നം തോന്നിയില്ല. അതേപോലെ താങ്കളേവരും ബാബ്ദാദയെ തന്നിൽ ലയിപ്പിച്ചുകൊണ്ട് ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കൂ. അതിൻ്റെ അനുഭവം താങ്കൾക്കേവർക്കുമുണ്ട്. അനുഭവികളാണ്. കണ്ടു, അർപ്പണമായി. ഇപ്പോൾ ചിന്തിക്കുന്നു, ട്രെയിനിങ് എടുക്കുന്നു, പിന്നെ ട്രയലിൽ വരുന്നു, പിന്നെ ചിലർ പൊയ്ക്കളയുന്നു, ചിലർ അവശേഷിക്കുന്നു. ഇത്രയും പ്രയത്നം താങ്കൾ എടുത്തുവോ? ട്രെയിനിങ് എടുത്തുവോ? ട്രയലിൽ ഇരുന്നുവോ? വന്നു, മതിമറന്നു. ഇത്രമാത്രം. ഇങ്ങനെയുള്ള സേവനം ഒരു ബ്രഹ്മബാബ ചെയ്തു എന്നിരിക്കെ ബ്രാഹ്മണ ആത്മാക്കളായ താങ്കൾ ഇത്രയും പേർക്ക് ചെയ്യാൻ സാധിക്കില്ലേ? തൻ്റെ പേഴ്സണാലിറ്റി താങ്കൾ ഉണ്ടാക്കൂ. ബ്രഹ്മബാബയ്ക്കും പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നല്ലോ. രൂപത്തിൻ്റേതായാലും സ്വഭാവത്തിൻ്റേതായാലും പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആകർഷണമുണ്ടായി. അതിനാൽ ഫോളോ ഫാദർ. ബാബ താങ്കളെ ആദിയിൽ നിമിത്തമാക്കി. അപ്പോൾ ആരാണോ ആദിയിലുള്ളവർ, സേവനത്തിന് നിമിത്തം അഥവാ സ്ഥാപനയ്ക്ക് ഫൗണ്ടേഷനായവർ, അവർക്ക് അവസാനം വരെയും സേവനത്തിൽ ഇരിക്കുക തന്നെ വേണം. ആരോഗ്യത്തിൻ്റെ കാരണത്താൽ ശരീരം കൊണ്ട് ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ മനസ്സുകൊണ്ട് ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുമല്ലോ. അതിലും ചിലവുമില്ല, വിസ നേടുന്നതിൻ്റെ ആവശ്യവുമില്ല, ഓടിപ്പായുന്നതിൻ്റെയും ആവശ്യമില്ല. കിടന്നുകൊണ്ട് പോലും ചെയ്യുവാൻ സാധിക്കും. എന്ത് മനസ്സിലാക്കുന്നു? ഇപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്ലാൻ ഉണ്ടാക്കൂ. പുതിയ പാഠം ആരംഭിക്കൂ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആഘോഷിച്ചുവല്ലോ. ഏതൊരു സേവനം ചെയ്തുവോ അതിൻ്റെ പ്രത്യക്ഷ ഫലം ലഭിച്ചു. ഇപ്പോൾ പുതിയ സേവനം ചെയ്യൂ. ശരി. ബാബ്ദാദ കേവലം മുന്നിലുള്ളവരോട് മാത്രമല്ല പറയുന്നത്, എല്ലാ കുട്ടികളോടും പറയുകയാണ്. വിദേശത്തിലും ആരാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് അവരോടും പറയുകയാണ്. എവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും, ശാന്തിവനത്തിൽ കേൾക്കുകയാണെങ്കിലും, മുകളിൽ പാണ്ഡവ ഭവനിലാണെങ്കിലും, വിദേശത്താണെങ്കിലും, എവിടെയാണെങ്കിലും അവിടെ ബാബ്ദാദ എല്ലാവരോടും പറയുകയാണ്. ഇപ്പോൾ പരിധിയില്ലാത്ത സേവാധാരിയാകൂ. പരിധിയില്ലാത്ത സേവനത്തിൽ
സമയം വിനിയോഗിക്കൂ. പരിധിയില്ലാത്ത സേവനത്തിൽ സമയം വിനിയോഗിക്കുന്നതിലൂടെ സമസ്യ സഹജമായി തന്നെ ഓടിപ്പോകും. കാരണം അജ്ഞാനി ആത്മാക്കളായാലും ബ്രാഹ്മണ ആത്മാക്കളായാലും അഥവാ സമസ്യയുടെ കാര്യത്തിൽ സമയം എടുക്കുകയാണെങ്കിൽ അഥവാ മറ്റുള്ളവരുടെ സമയം എടുക്കുകയാണെങ്കിൽ ഇതിലൂടെ തെളിയുന്നത് ഇതാണ്: അവർ ദുർബല ആത്മാക്കളാണ്. തൻ്റേതായ ശക്തി ഇല്ല. ആർക്ക് ശക്തിയില്ലയോ, പാദം മുടന്തുന്നുവോ അവരോട് താങ്കൾ ഓടൂ എന്ന് പറയുകയാണെങ്കിൽ ഓടുമോ അതോ വീഴുമോ? അപ്പോൾ സമസ്യയ്ക്ക് വശപ്പെട്ട ആത്മാക്കൾ, അത് ബ്രാഹ്മണ ആത്മാക്കളായാലും ദുർബലമാണ്, ശക്തിയില്ല. അപ്പോൾ അവർ എവിടെ നിന്നും ശക്തി കൊണ്ടുവരും? ബാബയിൽ നിന്നും ഡയറക്റ്റായി ശക്തി നേടാൻ സാധിക്കുന്നില്ല. കാരണം ദുർബല ആത്മാവാണ്. അപ്പോൾ എന്തു ചെയ്യും? ദുർബല ആത്മാവിന് മറ്റാരുടെയെങ്കിലും ബ്ലഡ് നൽകി ശക്തിയിലേക്ക് കൊണ്ടുവരുന്നു. ഏതെങ്കിലും ശക്തിശാലി ഇഞ്ചക്ഷൻ നൽകി ശക്തിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ താങ്കൾ എല്ലാവരിലും ശക്തികൾ ഉണ്ട്. ശക്തിയുടെ സഹയോഗം നൽകൂ. ഗുണത്തിൻ്റെ സഹയോഗം നൽകൂ. അവരിൽ ഉണ്ടായിരിക്കുന്നതേയില്ല, താങ്കൾ നൽകൂ. മുൻപും പറഞ്ഞുവല്ലോ, ദാതാവാകൂ. അവർ അസമർത്ഥരാണ്. അവർക്ക് സമൃദ്ധി അഥവാ ശക്തി നൽകൂ. ഗുണത്തിൻ്റെയും ശക്തിയുടെയും സഹയോഗം നൽകുന്നതിലൂടെ താങ്കൾക്ക് ആശീർവാദങ്ങൾ ലഭിക്കും. ആശീർവാദങ്ങൾ ലിഫ്റ്റിനേക്കാളും വേഗതയുള്ള റോക്കറ്റാണ്. താങ്കൾക്ക് പുരുഷാർത്ഥത്തിൽ സമയം പോലും നൽകേണ്ടി വരില്ല. ആശീർവാദങ്ങളുടെ റോക്കറ്റിലൂടെ പറന്നു പോകും. പുരുഷാർത്ഥത്തിൻ്റെ പ്രയത്നത്തിന് പകരം സംഗമത്തിലെ പ്രാപ്തിയുടെ അനുഭവം നേടും. ആശീർവാദങ്ങൾ നേടണം. അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യൂ. തൻ്റെ നാച്ചുറൽ അറ്റൻഷനും ആശീർവാദങ്ങളും. അറ്റൻഷനിൽ ടെൻഷൻ മിക്സ് ആകരുത്, നാച്ചുറൽ ആയിരിക്കണം. നോളജിൻ്റെ ദർപ്പണം സദാ മുന്നിൽ തന്നെയുണ്ട്. അതിൽ സ്വതവേയും സഹജമായും തൻ്റെ ചിത്രം കാണപ്പെട്ടുകൊണ്ട് തന്നെയിരിക്കും. അതിനാലാണ് പറഞ്ഞത്, പേഴ്സണാലിറ്റിയുടെ അടയാളമാണ് പ്രസന്ന ചിത്തം. ഇതെന്തുകൊണ്ട്, എന്ത്, എങ്ങനെ? ഈ കാര്യങ്ങളുടെ ഭാഷ സമാപ്തമാകണം. ആശീർവാദങ്ങൾ നേടുവാനും നൽകുവാനും പഠിക്കൂ. പ്രസന്നമായി ഇരിക്കുക, പ്രസന്നമാക്കുക. ഇതാണ് ആശീർവാദങ്ങൾ നേടുകയും ആശീർവാദങ്ങൾ നൽകുകയും ചെയ്യുക എന്നത്. എങ്ങനെയും ആയിക്കൊള്ളട്ടെ, താങ്കളുടെ ഹൃദയത്തിൽ നിന്നും ഓരോ ആത്മാവിനെ പ്രതിയും ഓരോ സമയത്തും ആശീർവാദങ്ങൾ വന്നുകൊണ്ടിരിക്കട്ടെ. ഇവരുടെയും മംഗളം ഉണ്ടാകട്ടെ. ഇവരുടെയും ബുദ്ധി ശാന്തമാകട്ടെ. ഇവർ ഇങ്ങനെയാണ്, ഇവർ അങ്ങനെയാണ്. ഇങ്ങനെ പാടില്ല. എല്ലാവരും നല്ലവരാണ്. ഇത് സാധ്യമാണോ? ആശീർവാദങ്ങൾ നൽകുവാൻ അറിയാമോ? എടുക്കുവാൻ അറിയാം, നൽകുവാനും അറിയാമോ? കൊടുക്കുകയില്ലെങ്കിൽ എങ്ങനെയാണ് എടുക്കുക? കൊടുക്കുകയും എടുക്കുകയും ചെയ്യൂ. ഇവർ ചെയ്യട്ടെ എന്നത് പാടില്ല, ഞാൻ ചെയ്യട്ടെ. ബ്രഹ്മബാബയുടെ സ്ലോഗൻ സദാ ഇതായിരുന്നു. ബ്രഹ്മബാബ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു, ഞാൻ എന്ത് കർമ്മം ചെയ്യുമോ എന്നെ കണ്ട് മറ്റുള്ളവരും ചെയ്യും. മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യും എന്നതായിരുന്നില്ല സ്ലോഗൻ. ഞാൻ എന്ത് ചെയ്യുമോ എന്നെ കണ്ട് മറ്റുള്ളവർ ചെയ്യും. അല്ലാത്ത പക്ഷം സ്ലോഗൻ ചേഞ്ച് ചെയ്യൂ. മാതാവായ ജഗദംബയുടെ വിശേഷ സ്ലോഗൻ ഇതായിരുന്നു, ആജ്ഞ നൽകുന്നവൻ്റെ ആജ്ഞ നടത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒന്നാണ് നടത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നിമിത്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ട് സ്ലോഗനും സദാ ഓർമ്മ വയ്ക്കൂ. എമർജായിരിക്കണം. അങ്ങനെ തന്നെയാണ് കേട്ടിട്ടുണ്ട്, ഓർമ്മയിലുണ്ട്. ഇങ്ങനെ പാടില്ല. കർമ്മത്തിൽ കാണപ്പെടണം. അപ്പോൾ എന്ത് ചെയ്യും? ആശീർവാദങ്ങൾ നേടും, ആശീർവാദങ്ങൾ നൽകും.
അതോ അധിക്ഷേപിക്കുകയാണെങ്കിൽ ഫീൽ ചെയ്യും, ഇവർ ഇങ്ങനെയാണ്, ഇവർ അങ്ങനെയാണ്. പാടില്ല. അവർക്ക് ആശീർവാദങ്ങൾ നൽകൂ. ദുർബലമാണ്, വശംവദരാണ്, ഭാഷയും സങ്കല്പവും മാറ്റൂ. ഇവർ മാറട്ടെ എന്ന് സങ്കല്പത്തിൽ പോലും വരരുത്. പാടില്ല. ഞാൻ മാറണം. മറ്റു കാര്യങ്ങളിലാണെങ്കിൽ ഞാൻ എന്നത് വരുന്നുണ്ട്. എന്നാൽ ഏതു കാര്യത്തിലാണോ ഞാൻ എന്നത് വരേണ്ടത് അതിൽ മറ്റുള്ളവർ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഇതെന്താണ്? നല്ല കാര്യമാണെങ്കിൽ പറയും ഞാൻ. അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിൽ പറയും ഇവരാണ് ചെയ്തത്, ഇവരാണ് പറഞ്ഞത്. തലകീഴായല്ലോ. അപ്പോൾ എന്തു ചെയ്താലും എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് ചിന്തിക്കേണ്ടത്, എനിക്ക് എന്താണ് പറയേണ്ടത്, ഇതിൽ ഞാനെന്ന ഭാവം കൊണ്ടുവരൂ. ബോഡി കോൺഷ്യസ്നെസ്സിൻ്റെ ഞാൻ അല്ല, സേവനത്തിൻ്റെ ഞാൻ. അപ്പോൾ ഇങ്ങനെ ശ്രേഷ്ഠ വൈബ്രേഷൻ വ്യാപിപ്പിക്കൂ. ഇപ്പോൾ വാണി കാര്യം ചെയ്യുന്നത് കുറവാണ്. ഹൃദയത്തിൻ്റെ സഹയോഗത്തിനും ഹൃദയത്തിൻ്റെ വൈബ്രേഷനും വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ശരി. ഇപ്പോൾ 1 മിനിറ്റിൽ എല്ലാവരും തൻ്റെ സൈലൻസിൻ്റെ ശക്തി എമർജ് ചെയ്യൂ. പൂർണ്ണമായും സൈലൻസ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എമർജ് ചെയ്യൂ. ബാബ്ദാദ ഡെഡ് സൈലൻസിൻ്റെ ഡ്രിൽ ചെയ്യിച്ചു. ശരി. 4 ഭാഗത്തുമുള്ള സർവ വിശേഷ ആത്മാക്കൾക്ക്, സദാ ആത്മീയ പേഴ്സണാലിറ്റിയുടെ ലഹരിയിൽ ഇരിക്കുന്ന ആത്മാക്കൾക്ക്, സദാ പരിധിയില്ലാത്ത സേവയിൽ സ്വയം തന്നെ ബിസിയാക്കി വയ്ക്കുന്ന നിമിത്തവും വിശ്വമംഗളകാരിയുമായ ആത്മാക്കൾക്ക്, സദാ ബ്രഹ്മബാബയുടെയും ജഗദംബയുടെയും സ്ലോഗൻ സാകാരത്തിൽ കൊണ്ടുവരുന്നവർക്ക്, ഉയർന്നതിലും ഉയർന്ന ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കുന്നതിൻ്റെ സേവനത്തിൽ സദാ ഇരിക്കുന്ന ബാബയ്ക്ക് സമാനമായ ആത്മാക്കൾക്ക്, ബാബ്ദാദയുടെയും ജഗദംബാമായുടെയും സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. സ്വാർത്ഥതയിൽ നിന്നും വേറിട്ടവരും സംബന്ധങ്ങളിൽ പ്രിയപ്പെട്ടവരുമായി സേവനം ചെയ്യുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. ഏതൊരു സേവനം സ്വയം തന്നെയോ മറ്റുള്ളവരെയോ ഡിസ്റ്റർബ് ചെയ്യുന്നു, അത് സേവനമല്ല, സ്വാർത്ഥതയാണ്. നിമിത്തമായി ഏതെങ്കിലും സ്വാർത്ഥത ഉണ്ടാകുന്നു, അപ്പോൾ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നു. തൻ്റെയോ മറ്റുള്ളവരുടെയോ സ്വാർത്ഥത പൂർത്തിയാകാത്തപ്പോൾ സേവനത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. അതിനാൽ സ്വാർത്ഥതയിൽ നിന്നും വേറിട്ടവരും സർവരുടെ സംബന്ധത്തിലും പ്രിയപ്പെട്ടവരായി സേവനം ചെയ്യൂ. അപ്പോൾ സത്യമായ സേവാധാരി എന്ന് പറയും. സേവനം നല്ലവണ്ണം ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ചെയ്യൂ. എന്നാൽ സേവനത്തിൻ്റെ ഭാരം സ്ഥിതിയെ ഒരിക്കലും കീഴ്മേലാക്കരുത്. ഈ അറ്റൻഷൻ വയ്ക്കൂ. സ്ലോഗൻ. ശുഭവും ശ്രേഷ്ഠവുമായ വൈബ്രേഷനിലൂടെ നെഗറ്റീവ് സീനിനെയും പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. അവ്യക്ത സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതി അനുഭവിക്കൂ. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബയാണ്. ചെയ്യിക്കുന്നവൻ എല്ലാം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിമിത്തമായി ചെയ്യുന്നവനായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സ്മൃതിയിലൂടെ ചെയ്യുന്നവനാണ് എന്ന ബോധത്തെ സമാപ്തമാക്കി വേറിട്ടവരും പ്രിയപ്പെട്ടവരുമാകൂ. എല്ലാ ഭാരവും ബാബയുടെ മുന്നിൽ സമർപ്പിച്ച് തൻ്റെ അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ അനാദി സ്വഭാവ സംസ്കാരം ധാരണ ചെയ്ത് ഡബിൾ ലൈറ്റ് സ്ഥിതി അനുഭവിക്കൂ. ഓം ശാന്തി. പ്രശാന്തമായ
ഒരു സ്ഥാനത്തിരുന്ന് മനസ്സിൽ ഈ സങ്കല്പങ്ങൾ കൊണ്ടുവരൂ. ഈ ശരീരത്തെ ചൈതന്യവത്താക്കി വയ്ക്കുന്ന ഞാൻ അമരവും അനശ്വരവുമായ ആത്മാവാണ്. ജ്യോതി സ്വരൂപമാണ്. ഭൃഗുടിയാകുന്ന കുടിലിൽ ഇരിക്കുന്ന ചൈതന്യ നക്ഷത്രമാണ് ഞാൻ. സച്ചിത് ആനന്ദ സ്വരൂപമാണ്. പ്രേമ സ്വരൂപമാണ്. ശക്തി സ്വരൂപമാണ്. ആത്മാവായ ഞാൻ ഈ സൃഷ്ടിയാകുന്ന കർമ്മക്ഷേത്രത്തിൽ വേഷം അഭിനയിക്കുന്നതിന് ശരീരമാകുന്ന വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ഈ ലോകം ഒരു കളിയരങ്ങാണ്. ആത്മാക്കളെല്ലാം തന്നെ ഈ കർമ്മക്ഷേത്രത്തിലെ അഭിനേതാക്കളാണ്. എന്നാൽ ആത്മാവായ എൻ്റെ നിജധാമം, നിജ സ്വദേശം ഈ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കും അകലെ സ്വയം പ്രകാശിക്കുന്ന ശാന്തിധാമമാണ്, മുക്തിധാമമാണ്, നിർവാണധാമമാണ്. ഈ ആത്മലോകത്തിൽ സ്വർണ്ണ ചുവപ്പ് പ്രകാശമാണ്. സർവത്ര ശാന്തിയാണ്. ഈ പരമധാമത്തിൽ ആത്മാവായ എൻ്റെ സത്യമായ പിതാവ്, പരംപിത, പരമാത്മാവ് നിവസിക്കുന്നു. ശിവപരമാത്മാവ് മംഗളകാരിയും ഹിതകാരിയുമാണ്. രൂപത്തിൽ ജ്യോതിർബിന്ദുവും സർവഗുണങ്ങളുടെയും സിന്ധുവുമാണ്. ആനന്ദം, പ്രേമം, ശാന്തി, ശക്തി എന്നിവയുടെ സാഗരമാണ്. പതീത പാവനനും സർവ ദുഃഖങ്ങളും ഹരിച്ച് സുഖം തരുന്നവനുമാണ്. ദിവ്യ ചക്ഷു ദാതാവാണ്. ദിവ്യ ബുദ്ധി ദാതാവാണ്. പരമാത്മാ ശിവന്റെ ഈ സാന്നിധ്യത്തിൽ ഞാൻ ആത്മാവ് സ്നേഹവും ശാന്തിയും ശക്തിയും അനുഭവിക്കുന്നു. ആ ദിവ്യ തേജോമയ പ്രകാശത്തിൽ നിന്നുള്ള കിരണങ്ങൾ ആത്മാവിന് ദിവ്യതയും ശീതളതയും പ്രദാനം ചെയ്യുന്നു. ഇതിൽ എത്ര ആനന്ദം, എത്ര ശാന്തി, എത്ര സുഖമാണ്. ശിവസാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ എന്നിലെ വ്യക്തിത്വം വികസിച്ച് ഈശ്വരൻ്റേതുമായി ഏകീഭവിക്കുന്നു. സർവശക്തനായ ശിവപിതാ, അങ്ങയുടെ ഈ ദിവ്യ സാന്നിധ്യത്താൽ ഞാൻ ആത്മാവ് ധന്യമായി കഴിഞ്ഞു. അങ്ങയുടെ ഈ അലൗകിക കൂട്ട് എനിക്ക് മംഗളമയമായി മാറിയിരിക്കുന്നു. ആത്മപിതാവായ പരമാത്മാവിൽ നിന്നും സർവശക്തികളാലും ഗുണങ്ങളാലും സർവ കലകളാലും സുശോഭിതമായി സ്നേഹത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും ദൗത്യവാഹകയായി തിരികെ ഞാൻ ഭൗതിക ലോകത്തിലേക്ക്
സാകാര ധാമത്തിലേക്ക് വരുന്നു.